മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു സാഗറിനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഇതേ സമയം മഹിയും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ തൊഴുതിറങ്ങി വരുന്ന മഞ്ജുവും സാഗറും ക്ഷേത്രത്തിൽ വെച്ച് മഹാലക്ഷ്മിയെ കാണുകയും ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. സാഗറാണെങ്കിൽ മഹാലക്ഷ്മിയോട് താൻ പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. മഹിയാണെങ്കിൽ തനിക്ക് പരിചയമുള്ള ഏതോ ഒരു സ്ത്രീയോട് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് മഞ്ജുവും മഹാലക്ഷ്മിയും പരസ്പരം നേരിൽ കാണുന്നുണ്ട് കേട്ടോ. സാഗറാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കണ്ണിൽ പെടാതെ അവിടെ മറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻപത്തെ പോലെയൊന്നുമല്ല, വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഞ്ജുവിനെ മഹാലക്ഷ്മിയെ കാണുന്നതും. ഏട്ടത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തിലൂടെയാണ് മഞ്ജു മഹിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മഹിക്കാണെങ്കിലും മഞ്ജുവിൻ്റെ ആ നല്ല മാറ്റം കണ്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. താനൊരു കഠിനമായിട്ടുള്ള വ്രതത്തിലാണെന്നും അതിൻ്റെ ഫലസിദ്ധി കിട്ടാനായിട്ടാണ് ക്ഷേത്രത്തിൽ എത്തിയത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, എന്തുകൊണ്ടും നന്നായി മഞ്ജു, നിൻ്റെ ഈ മാറ്റം അറിഞ്ഞാൽ അത് കണ്ണേട്ടനും ഒരുപാട് സന്തോഷമാകും ഇനി എന്നെല്ലാം മഹി പറയുമ്പോൾ, ഇനി കണ്ണേട്ടനും ഏട്ടത്തേക്കും എതിരായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ദൈവം എൻ്റെ കണ്ണ് തുറപ്പിച്ചു, നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് വൈകി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം എന്താ മഞ്ജു, നീയും മേഘനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ, ഏട്ടത്തി ഒരു ദിവസം എല്ലാം അറിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഞ്ജു ആണെങ്കിൽ മഞ്ജു ആരെ കാണാനാണ് അമ്പലത്തിൽ പതിവായിട്ട് വരുന്നത് എന്ന് അറിയാനായിട്ട് മേഘനും മഞ്ജു അറിയാതെ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ സീമന്തി പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് കേട്ടോ മേഘൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ മഞ്ജു മഹിയോട് സ്നേഹത്തിലൂടെയും സന്തോഷത്തോടെയും ഒക്കെ സംസാരിക്കുന്നത് കാണുന്ന മേഘന ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അപ്പോൾ ഇവളെ കാണാനായിട്ടാണല്ലേ മഞ്ജു ഉടുത്തൊരുങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അമ്മ പറഞ്ഞത് ശരിയാണ്. ഫോണിൽ സരോജിനി എന്ന് പറഞ്ഞുകൊണ്ട് പേര് സേവ് ചെയ്തിട്ട് ഒരു പക്ഷേ മഞ്ജു ഇവളെ തന്നെയായിരിക്കും വിളിക്കുന്നത്. ഇവൾ തന്നെയായിരിക്കും മഞ്ജുവിനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നത്. ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും മഹിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഏട്ടത്തി കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ ഭരണം ഏറ്റെടുത്തൊന്നുമില്ല മഞ്ജു, കണ്ണേട്ടൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു, അല്ലാതെ ബിസിനസ് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നെല്ലാം മഞ്ജുവിനോട് മഹി പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു തിരിച്ച് വീട്ടിൽ നിന്നും അവളെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ മേഘനും സീമന്തിനിയൊക്കെ. എടി മഞ്ജു, നീ അവളെ കാണാനാണല്ലേ വ്രതത്തിൻ്റെ പേര് പറഞ്ഞ് ഉടുത്തൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നെല്ലാം മേഘൻ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് കേട്ട് ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു. കാരണം മേഘൻ അവിടെ എത്തും എന്നുള്ള മേഘനെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും മഞ്ജു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ മേഘൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പൊട്ടിത്തെറിയിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് മഞ്ജു. ഇപ്പം എനിക്ക് മനസ്സിലായി, നിന്നെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് തന്നെയാണ്. ഈ വ്രതത്തിൻ്റെ പേരും പറഞ്ഞ് നീ എന്നിൽ നിന്നും അകലം കാണിക്കുന്നത് പോലും അവളുടെ ബ്രെയിൻ വാഷ് ആണോ എന്നെനിക്ക് സംശയമുണ്ടെന്നെല്ലാം മേഘം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി. പിന്നെ എൻ്റെ ഏട്ടത്തിയെ കാണാനോ മിണ്ടാനോ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് ആരും കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മഞ്ജു അവിടെ നിന്നും പോവാണ്. ശേഷം നീ കണ്ടില്ലേ മേഘ അവളുടെ അഹങ്കാരം, നീ അവളെ ചൊൽപ്പടിക്ക് നിർത്തിയില്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയാണ്. കണ്ണനും മഹാലക്ഷ്മിയും അവളെ വെച്ച് നമ്മളോട് പ്രതികാരം ചെയ്യുകയാണെന്നെല്ലാം സീമന്തിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘനോട്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, ഇന്നത്തോടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമേ, അതിനു വേണ്ടതെല്ലാം അച്ഛൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നെല്ലാം മേഘം പറയുമ്പോൾ, ഒക്കെ നടന്നു കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് സീമന്തിനി പറയുമ്പോൾ, അച്ഛന് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഇന്ന് അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുമെന്നുള്ള കാര്യത്തിൽ നിന്നെല്ലാം മേഘം പറയുമ്പോൾ, ഇതിനു മുൻപ് പലപ്പോഴും നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിട്ടുള്ളതാണ്, എന്നിട്ട് എന്താ ഉണ്ടായത് എന്നെല്ലാം സീമന്തിനി ചോദിക്കുന്നുണ്ട് കേട്ടോ മേഘനോട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നതാണ്. ഉണ്ണിയും വാമനും ആ തൊഴിലാളിയും ആണെങ്കിൽ മഹാലക്ഷ്മി അവരിളക്കി വെച്ചിരിക്കുന്ന ആ തട്ടിൽ ചവിട്ടും എന്നും അതോട് തന്നെ അവൾ മരണപ്പെടും എന്നെല്ലാം കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നേരിൽ കാണാനായിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയുടെ പുറകെ തന്നെ അവരുണ്ട്.
അപ്പോൾ ബാലചന്ദ്രൻ സാറാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് മഹാലക്ഷ്മിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടക്കുന്ന വർക്കെല്ലാം ഇങ്ങനെ ഓടി നടന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളോടെല്ലാം മഹാലക്ഷ്മി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വാമനെയും ഉണ്ണിയെയും ആ തൊഴിലാളിയെയും കണക്ക് കൂട്ടിയതുപോലെയൊന്നും അല്ല അവിടെ സംഭവിക്കുന്നത്. കാരണം മഹാലക്ഷ്മി അവരെ ഇളക്കി വെച്ചിരിക്കുന്ന ആ തട്ടിൽ ചവിട്ടുന്നില്ല കേട്ടോ. അവിടെ നിന്നും മാറിയാണ് കേട്ടോ മഹി നടക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ഭാഗ്യം തന്നെയാണ് മഹാലക്ഷ്മിക്ക് അവിടെ ഉണ്ടാവുന്നത്. അത്ഭുതകരമായിട്ട് തന്നെയാണ് തനിക്ക് വെച്ചിരിക്കുന്ന ആ കെണിയിൽ നിന്നും അതൊന്നും അറിയാതെ മഹി അത് മറികടന്നാണ് പോകുന്നത്. തുടർന്ന് ഇനി എന്ത് ചെയ്യും അമ്മാവ, അവരതിൽ ചവിട്ടിയില്ലല്ലോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അത്രയ്ക്കുണ്ട് അവളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവൾ ആ തട്ടിൽ ചവിട്ടാതെ പോവില്ലായിരുന്നു. ചെറിയൊരു ഭാഗ്യത്തിനാണ് അവൾ രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞ് അവരിങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ മഹാലക്ഷ്മി ആ തൊഴിലാളിയെ വാമനും ഉണ്ണിയും കൂടി സ്വാധീനത്തിൽപ്പെടുത്തിയിരിക്കുന്ന ആ തൊഴിലാളിയെ മഹി അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ മഹി വിളിക്കുന്നത് ഇപ്പോൾ പരിഭ്രമത്തിൽ മഹിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർ ഓൾറെഡി ഇളക്കി വെച്ചിരിക്കുന്ന ആ തട്ടിൽ ചവിട്ടുന്നുണ്ട് കേട്ടോ അയാൾ. അതൊന്നും ഓർക്കാതെ അയാൾ ആ തട്ടിൽ ചവിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴെ വീണ് അയാളുടെ മരണമാണ് കേട്ടോ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ സാറും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ കൺമലേശ്വരം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു തൊഴിലാളി വീണ് മരണപ്പെട്ടു എന്നറിയുമ്പോൾ പോലീസ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാമനും ഉണ്ണിയും കണക്ക് കൂട്ടുന്നത് പോലെയൊന്നും അല്ല സംഭവിക്കുന്നത്. അവർ കരുതിയതിനേക്കാൾ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വാമനും ഉണ്ണിയുമാണ് കേട്ടോ ആണല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ സൂപ്പർവൈസർമാർ. അപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ ഒരു പാളിച്ച അവിടെ സംഭവിച്ചത് എന്നും തൊഴിലാളി മരിക്കാൻ ഇടയായത് എന്നും കണക്കിലെടുത്ത് പോലീസ് അവരുടെ നേരെ കേസ് ചാർജ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ മരണം കാണാനായിട്ട് കൊതിച്ചിരുന്ന ഉണ്ണിക്കും വാമനും അവരവസാനം ലോക്കപ്പിലാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്